ഞാനെപ്പോഴും പറയാറുണ്ട്, മനുഷ്യന് 2 കാര്യങ്ങളാണ് ഒറിജിനൽ ചിന്താഗതി വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മള് എന്തെങ്കിലും എപ്പോഴെങ്കിലും കേട്ടത് അനുകരിക്കുകയാ ചെയ്യുന്നത്. അല്ലെ പഠിച്ചത് അനുകരിക്കുകയാ ചെയ്യുന്നത്. അല്ലെ കണ്ടത് അനുകരിക്കുകയാ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ ഒറിജിനൽ ചിന്താഗതി ഉള്ളത്. ഒന്ന് പണം ഉണ്ടാക്കുന്ന രീതി. അത് വളരെ ഇന്നൊവേറ്റീവ് ആയിട്ട് കണ്ടുപിടിച്ച് ഉപയോഗിക്കും. ആ തട്ടിപ്പായാലും നേരെ ചൊവ്വയുള്ള വഴിയായാലും ഏതായാലും നൂതന വഴികൾ തേടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് ഈ പണം ഉണ്ടാക്കുന്നില്ല. രണ്ടാമത് നൂതന വഴികൾ ആലോചിക്കുന്നത് ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ പല തരത്തിൽ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൊലപാതകമാണെങ്കിലും മോഷണമാണെങ്കിലും അല്ലാത്ത രീതികളാണെങ്കിലും തട്ടിപ്പാണെങ്കിലും ദാറ്റ് ഇസ് ഓൾസോ എ ക്രൈം. എല്ലാം നൂതനമായ പല രീതികൾ. അതായത് ഇതിനു മുമ്പ് അതുപോലെ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആൾക്കാർ ഇരയായിട്ട് അതിൻ്റെ അകത്ത് വീഴും. അപ്പൊ അതുപോലെയാണ് വായ്ക്കകത്ത് പടക്കം പൊട്ടിച്ച് കാട്ടുപന്നിയെ പിടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വനപ്രദേശങ്ങളിലെല്ലാം കാട്ടുപന്നിയെ പിടിക്കാൻ പുരാതന കാലം മുതലേ 2 രീതികളാണ് ഉപയോഗിച്ചിരുന്നത്. തോക്കുകൊണ്ട് വെടിവെച്ച് പിടിക്കാം, അതല്ലാതെ ഒന്ന് കുഴി കുഴിച്ചിടും, കെണി. രണ്ടാമത്തെ ഈ പടക്കം ബോംബുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് മാംസത്തിൻ്റെ എന്തെങ്കിലും പൊതിഞ്ഞ് കെട്ടിവെക്കും. അപ്പോൾ ഈ പന്നി എടുത്തത് കടിക്കും, അങ്ങനെ അതിൻ്റെ വാ ചെതറിപ്പോയിട്ട് അത് മരിക്കും. അപ്പം ആ രീതി അപ്ലൈ ചെയ്ത് മനുഷ്യരെ കൊല്ലുന്ന മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈയിടെ നമ്മുടെ മൈസൂറിൽ നടന്നത്. ദർശിത എന്ന് പറയുന്ന ഒരു മൈസൂറുകാരി പെണ്ണ് ഒരു മലയാളിയെ കല്യാണം കഴിച്ച് കണ്ണൂർ താമസിക്കുകയായിരുന്നു. ട്രഡീഷണലി നമ്മുടെ കേരളക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവരെ അന്വേഷിച്ചാൽ കാണത്തില്ല. അവരെ കാണണമെങ്കിൽ ഗൾഫിൽ പോയി അന്വേഷിക്കും. നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ ദർശിതയുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പം നാച്ചുറലി ഇവിടെയുള്ളവർക്ക് കാമുകന്മാരുണ്ടാവും. അതായത് ഗൾഫിലുള്ള ജോലി ചെയ്യുന്നവരുടെ മിക്കവരുടെ പാർട്ട്നേഴ്സിന് താപ്പാനകൾ ഇവിടെ കാണും. ഇത് ഗൾഫിലുള്ളവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രയാസം തോന്നുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യത്തെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു മൈസൂറുകാരനുമായിട്ട് തന്നെ പ്രേമത്തിലായിട്ട് ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഇവളോട് പറഞ്ഞു ഉള്ള സ്വർണവും പണവും എല്ലാം എടുക്കണം. അങ്ങനെ വീട്ടിലുള്ള പണവും സ്വർണവും എല്ലാം കൂടെ 8-10 ലക്ഷം രൂപയുടെ സാധനം അടിച്ചു മാറ്റി ഇവർ മൈസൂർ പോയി ഒരു ഹോട്ടൽ മുറി എടുത്ത് താമസിച്ചു. എന്നിട്ട് പിന്നെ കേൾക്കുന്നത് ഇവള് കൊല്ലപ്പെട്ടെന്നു. പടക്കം ബോംബ് വായ്ക്കകത്ത് വെച്ച് അവൻ പൊട്ടിച്ചു. സിദ്ധിരാജ് എന്നാണ് അവന്റെ പേര്. അപ്പൊ അവൻ പറഞ്ഞത് അവള് തിരിച്ച് ഭർത്താവിൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള പ്രകോപനമാണെന്നാണ്. ഏതായാലും അത് നേരല്ല, അത് സിമ്പിൾ റീസൺ. അവൻ ഈ ഡെറ്റനേറ്റർ പോയി ബോംബ് കൈവശം വെച്ചു എന്നുള്ളത് തന്നെ നേരത്തെ പ്രീപ്ലാൻ ചെയ്തതായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ ചില നൂതന ഐഡിയാസൊക്കെ പല കാര്യങ്ങളാണ്. അവരെ നമുക്ക് ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഈ സിദ്ധിരാജ് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ട് ഇനി ഇതുപോലുള്ളത് മറ്റുള്ളവർക്ക് ആവർത്തിക്കാനുള്ള ഒരു വഴിയായി. അങ്ങനെ ട്രെൻഡ് സെറ്റ് ചെയ്ത ഒരു ഗായികയുണ്ട് നമുക്ക്, റിനി ടോം. പുള്ളിക്കാരിയാണ് പാട്ടിൻ്റെ കൂടെ ആദ്യം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിൽ തുടങ്ങി. പിന്നെ അത് ഇന്ത്യ മുഴുവനും വ്യാപിച്ചു. ഇപ്പം എല്ലാ പാട്ടുകാർക്കും ഡാൻസ് ചെയ്യാതെ പാടാൻ പറ്റത്തില്ല. അതുപോലെ വേറൊരാളാണ് സണ്ണി ലിയോണി എന്ന് പറഞ്ഞ ഒരു വേൾഡ് ഫേമസ് പോൺ ആക്ടർ. പോൺ ആക്ടിങ് കഴിഞ്ഞ് ഇന്ത്യ വന്ന് ഒരു ലീഡിങ് ഹീറോയിനായി ഹിന്ദി സിനിമകളിൽ. അപ്പം ഇതൊരു അക്സെപ്റ്റബിൾ സ്വഭാവം അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ വർക്ക് കൾച്ചറാണെന്നുള്ളതാണ് ഇവിടുത്തെ യുവജനങ്ങൾ മുഴുവൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയിലെ യുവജനങ്ങൾ മുഴുവനും ഈ സണ്ണി ലിയോണെയാണ് ഇപ്പോൾ അനുകരിക്കുന്നത്. അതായത് മാസ് സെക്സിന് പോകുന്നതിനൊന്നും യാതൊരു അറപ്പുമില്ല, മടിയുമില്ല. ഇപ്പൊ ട്രെയിൻ യാത്ര ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചാൽ തന്നെ അറിയാം, ട്രെയിനിലും ഇവിടുന്ന് ലോങ് ട്രിപ്പ് ബസ്സുകളിലൊക്കെ പോകുമ്പോൾ എന്ത് വേക്കുത്തുകളാണ് കാണുന്നതെന്ന്. ആർക്കും അനുഭവം ഇല്ലെങ്കിൽ അനുഭവം ഉള്ളവരുടെ അടുത്ത് ചോദിക്കുക, അപ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഇപ്പൊ പറയുന്നത് നമ്മുടെ ഇവിടെ ഇതേപോലെ വായിക്കാത്ത അണ്ണാക്കിൽ വെടി പൊട്ടിച്ച് കൊല്ലേണ്ട ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് നമ്മുടെ സരിതാ നായർ. എന്ത് വൃത്തികേടും എന്ത് നുണയും ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞ് ആരെയും കുടുക്കി വീഴിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയവള്. അവളുടെ
ഈ അണ്ണാക്കിൽ ബോംബ് പൊട്ടിച്ച് പൊട്ടുണ്ട്. അതായത് പിന്നെ വേറൊരാളെ ഇതുപോലുള്ള അപഖ്യാതി പറഞ്ഞ് പരത്തത്തില്ല. രണ്ടാമത്തെ നമ്മുടെ ഇപ്പോഴത്തെ റിനി ആൻ. അയ്യോ, എന്ത് നിഷ്കളങ്കമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കളങ്കമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി. എൻ്റെ സ്നേഹിതനാണ്, ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സാണ്, പക്ഷേ ഇങ്ങനത്തെ പണിയാണ്. ഏതേലും സ്നേഹിതർക്കെതിരായിട്ട് ഇങ്ങനത്തെ ഒരു പരാതി പരസ്യമായിട്ട് പറയും. ഞാൻ എൻ്റെ ശരീരം കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക കൊണ്ട് മാത്രം ഈ പറയുന്ന ആളുകൾക്ക് നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥ. എന്നിട്ട് പറയാ, എനിക്ക് യാതൊരു ശത്രുതയില്ല, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, ഞങ്ങളിപ്പോഴും സുഹൃത്തുക്കളാണ്. ഇങ്ങനെ പറയാൻ മടിക്കാത്ത ഇവരുടെ അണ്ണാക്കിൽ ബോംബ് വെച്ച് പൊട്ടിക്കും. നമ്മുടെ കഷായം ഗ്രീഷ്മയെ പറ്റി കേൾക്കാത്തവരാരുമില്ല. ഒഴിവാക്കാൻ വേണ്ടി കാമുകിമാരെ ഒഴിവാക്കാൻ ഇങ്ങനെ എവിടെ കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ട്. കാമുകിനെ ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്തു. എന്നാലും അതിന് മര്യാദ വേണ്ടേ? സ്നേഹത്തിൽ നടിച്ചത് ഭക്ഷണത്തിൽ വിഷം ചേർക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചതിയാണ്. ഭക്ഷണത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കൊലപാതകം നേരിട്ട് വെടിവെക്കുന്നു. ഇപ്പോൾ യൂറോപ്യൻസാണ്, വെള്ളക്കാരൊക്കെ ഇവിടെ പുലിയേയും കടുവേനൊക്കെ ഇന്ത്യയിൽ ഉള്ള കാലത്തൊക്കെ വെടിവെച്ച് കൊല്ലുന്ന. ഇവരാദ്യം ഇതിനെ കൈകൊട്ടി ഓടിക്കുമ്പോഴേ വെടിവെക്കത്തുള്ളൂ. ഇത് ചതിയിൽ നമ്മളൊരാളെ ഭക്ഷണത്തിലൂടെ ചതി, അല്ലാത്ത ചതിയൊക്കെ കണിവെച്ച് പിടിക്കുക, ആൾക്കാരെ ചതിച്ച് പോലെ. ഇപ്പം നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പല വഴികൾ ആലോചിക്കും, അഡോപ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഭക്ഷണത്തിൻ്റെ അകത്ത്, ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എന്നും ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഭക്ഷണത്തിൻ്റെ അകത്തും വായുവിലും ഒക്കെ വിഷം ചേർത്ത് കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര നീചകൃത്യമാണ്. അപ്പം അങ്ങനെ ചെയ്ത് ഗ്രീഷ്മയും അണ്ണാക്കിലൊരു ബോംബ് സ്ഫോടനത്തിന് അർഹതയുണ്ട്. പിന്നെ നമ്മുടെ മൂർക്കമ്പാമ്പിനെ വിട്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ ആൾ, ഉറങ്ങിക്കിടന്ന ഭാര്യയെ കട്ടിലേൽ മൂർക്കമ്പാമ്പിനെ വിട്ട് കൊന്നു. ഉത്തര എന്ന് പറഞ്ഞ സ്ത്രീയെ കൊന്ന നമ്മുടെ കാമുകൻ, അല്ല ഭർത്താവ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ PC ജോർജ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അവനാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് സരിത പോയി വരുന്നത് കണ്ടു, ഉമ്മൻചാണ്ടിയെ തുണിയില്ലാതെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പരത്തി പാർട്ടി. ഇവനും അണ്ണാക്കിൽ ഒരു ബോംബ് സ്ഫോടനത്തിന് അർഹനാണ്. കാരണം അവൻ്റെ പിഴച്ച നാവ് കൊണ്ട് പിന്നീട് അവനൊന്നും ആൾക്കാർക്കെതിരെ അപഖ്യാതി പറയത്തില്ല. അത് ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ അവനെ ശരിയാക്കി വെച്ചിരിക്കുക. ഒരു തവണ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ PC ജോർജ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് മഷിയിട്ട് നോക്കിയാലേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലായിടത്തും കുരച്ചുകൊണ്ട് നടന്ന ഒരു പേപ്പട്ടിയായിരുന്നു. പിന്നെ മറുനാടൻ ഷാജൻ, ഇവന് കേട്ട പാതി കേൾക്കാത്ത പാതി. ഇപ്പം BJP പ്രീതിപ്പെടുത്തണം എന്നുള്ള ഒറ്റ അജണ്ടയേ ഉള്ളൂ പുള്ളി. അതുകൊണ്ട് മാങ്കൂട്ടത്തിൻ്റെ പരാതി വന്ന പാടെ ആദ്യത്തെ 2 ദിവസം മാങ്കൂട്ടത്തിന് രാജിവെച്ച് പുറത്തു വന്ന്, ഇങ്ങനെയുള്ളവരെ നമ്മുടെ നാട്ടിൽ പറ്റത്തില്ല, ഇങ്ങനെ ഉള്ളവരുടെ അടുത്ത് സ്ത്രീകൾ എങ്ങനെ പോകും എന്ന് പറഞ്ഞ് മാങ്കൂട്ടത്തിനെ അധിക്ഷേപിച്ചവൻ അത് കഴിഞ്ഞ് BJPയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിൻ്റെ എതിരെയും പരാതി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഇന്ന് വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ പയ്യെ ഇപ്പം മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇവൻ കേൾക്കുന്ന ആൾക്കാരെല്ലാം മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് കമൻറ്റുകൾ പാസ്സാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഈ അൻവർ മാത്രമാണ് ഇവനെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഇവനെതിരെയുള്ള കേസുകളെല്ലാം കൊടുത്തത്. അത്ര പര ചറ്റയാണ് ഈ മറുനാടൻ മലയാളി ഷാജസ്കറിയ. ആളുണ്ട് ഷീല സണ്ണി എന്നും പറഞ്ഞ് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ സ്കൂട്ടറിൻ്റെ അകത്ത് മയക്കുമരുന്ന് കൊണ്ടുപോയി വെച്ചിട്ട് പോലീസ് എക്സൈസിനെ വിളിച്ച് പറഞ്ഞ് പിടിപ്പിച്ച് ജയിലിലിട്ട ഒരു കഥാപാത്രം. ഷീല സണ്ണിയുടെ മകൻ്റെ ഭാര്യയുടെ അനിയത്തി ലിയ ജോസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. പ്രതികാരം ചെയ്യുന്നതിന് സഹോദരിക്ക് വേണ്ടി പ്രതികാരം ചെയ്ത സഹോദരിക്ക് വീട്ടിൽ അമ്മായിയമ്മ വെയിറ്റേജ് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞു പ്രതികാരം ചെയ്തതാണ്. അതൊന്ന് ചതി. അപ്പോൾ ഈ ലിബിയ ജോസ് എന്ന് പറയുന്ന ഈ പെണ്ണിനെ വായ്ക്കകത്ത് അമിട്ട് പൊട്ടിച്ച് താർക്കേണ്ട സാധനങ്ങൾ. ഇവരെയൊന്നും പിന്നെ ഈ നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പം ഇവിടെ ഈ എൻകൗണ്ടർ കൾച്ചറില്ല. വടക്കേന്ത്യയിലൊക്കെയാണ് ഇങ്ങനെ നീചകൃത്യങ്ങൾ ചെയ്യുന്ന പ്രതികളെ എൻകൗണ്ടറിലൂടെ പോലീസ് നീതി അങ്ങ് നടപ്പാക്കും. അല്ലേ നമ്മുടെ സുപ്രീം കോടതിയുടെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പം നമ്മുടെ ഉദയകുമാർ വധക്കേസിലെ പ്രതികളെയൊക്കെ വെറുതെ വിട്ടു. ഇങ്ങനത്തെ നീതിന്യായ വ്യവസ്ഥയുള്ള സ്ഥലത്ത് നമ്മൾ തന്നെ നിയമം കയ്യിലെടുക്കുക, എന്നിട്ട് ചെയ്യേണ്ടത് ചെയ്യുക വേണ്ട പോലെ, നമ്മുടെ ചെന്താമരയൊക്കെ ചെയ്യുന്ന പോലെ. ഇവരുടെയൊക്കെ ഫോട്ടോ
തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യറിയും കേമപ്പെട്ടതല്ല. അവരാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. 8-10 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ കിഴക്കേ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാർ എന്ന് പറഞ്ഞ ഒരുത്തിനെ ഉരുട്ടിക്കൊന്നു. അതിൻ്റെ CBI അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച് വധശിക്ഷ സഹിതമുള്ള ശിക്ഷകൾ പല പ്രതികൾക്കായിട്ട് കൊടുത്തു. ഇപ്പോൾ ഏതാ അവരെ സുപ്രീം കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ക്വാളിറ്റി നമുക്കറിയാമല്ലോ. നമ്മുടെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലകൃഷ്ണൻ കോടാനുകൂടി പണം ഉണ്ടാക്കിയവനാണ്. ഇപ്പോൾ ഒരു ജഡ്ജിയുടെ വീട്ടിൽ 15 കോടി കണ്ടു. ഇങ്ങനെ ഇവരെല്ലാവരും അഴിമതി കുളിച്ച് നിൽക്കുന്ന ഇവർക്കിടെ അണ്ണാക്കിൽ ബോംബ് പൊട്ടിക്കുന്നു. ഇതല്ലാതെ 100 കണക്കിനുണ്ട് ഈ അണ്ണാക്കിൽ ഇത് വെട്ടിട്ട്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഈ ഇൻസിഡൻ്റ് എടുത്ത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു നൂതന സംവിധാനം ആസൂത്രണം ചെയ്ത നമ്മുടെ സിദ്ധിരാജ് എന്ന് പറഞ്ഞ മൈസൂറുകാരൻ ആള് കിടുവാണ്. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡ് വരെ എല്ലാവർക്കും എ ബിഗ് സല്യൂട്ട്.